ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കാറ്റിൽ റിയറിങ്. കാറ്റിൽ റിയറിങ് എന്ന് പറഞ്ഞാൽ പശു വളർത്തൽ, ജാൻവരോങ്ക പാലൻ, പിന്നെ കൾട്ടിവേഷൻ, ഇവർക്ക് കൃഷിയുണ്ട് അല്ലേ, താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിലും കൃഷിയുണ്ട്. പിന്നെ ടൂറിസത്തിന് വലിയ പ്രാധാന്യമുണ്ട്, അത് അടുത്ത ഖണ്ഡിക നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ എന്താണ് മേജർ കൾട്ടിവേഷൻ ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. പൊട്ടറ്റോ, ബാർലി, സാഫ്രോൺ. സാഫ്രോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കുങ്കുമപ്പൂവ്, ആപ്പിൾ, ഓറഞ്ച്. ഇതാണ് കീടാജെടി. പകുതി ഒരു പ്രാണി, ഒരു കീടം പ്രാണിയും പകുതി ഒരു തരം കൂണ്, ഒരു സസ്യവും. ഇത് ബാംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. റിങ്കാൽ എന്ന് പറയുന്ന മുള, ഈറ്റ. ഇവിടെ ഈ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലുള്ള വൃക്ഷങ്ങൾ, മാപ്പിൾ, ഓക്ക്, ചെസ്റ്റ്നട്ട്, ഇതൊക്കെ അവിടെ ധാരാളമായി കാണാം. നിങ്ങൾ ദേവദാരു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ, ദിയോദാർ എന്ന് പറയും. ഇത് നമ്മൾ മുമ്പ് കണ്ട ചിത്രമാണ്. ഇവിടെ ഉള്ള മരങ്ങളാണ് സിൽവർ ഫിർ, മാപ്പിൾ, ഹോഴ്സ് ചെസ്റ്റ്നട്ട്, ആൾഡർ, ബിർച്ച്, ഭോജപത്ര അല്ലേ, ബോക്സ് വുഡ്, ദിയോദാർ. ഇതാണ് സെഡാർ എന്ന് പറയും, ദേവദാരു എന്ന് പറയുന്ന മരം. ഡോഗ് വുഡ് അല്ലേ, ഭൂത്തി ബദാം, പെൻസിൽ സെഡാർ, കാലൂച്ച. The range has thick forests of pine, oak, deodar and fir trees. അപ്പോൾ പൈൻ മരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, നമ്മൾ ഈ ക്രിസ്മസ് ട്രീ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്ക്, ദിയോദാർ ആൻഡ് ഫിർ, ഇങ്ങനെ ആയിരിക്കും വിചാരിക്കാം. ഇത് ബാജ്റ. ഭക്ഷ്യധാന്യമായി ലോകത്തിലെല്ലായിടത്തും കൃഷി ചെയ്തു വരുന്ന ഒരു പുൽവർഗ സസ്യമാണ് ബജ്റ അല്ലേ. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരു സസ്യം. വെജിറ്റേഷൻ ഹിമാലയാസ്. ഇതാണ് ദിയോദാർ, ദേവദാരു, സ്പ്രൂസ്. ഇത് നമ്മൾ കണ്ട ചിത്രം തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഇതായിരുന്നു, കീടാജടി, കരൺ, ചുരു. പശുചാരകോങ്ക ഇൻ ഗാവോം സെ കേസാ റിസ്താ ഹെ, സദിയോം സെ ലേൻദേൻ കാ റിസ്താ ഹെ. നൂറ്റാണ്ടുകളായി ഇവരിങ്ങനെ താഴോട്ടും മേലോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. തണുപ്പ് കാലത്ത് ഹിമാലയത്തിൻ്റെ ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ 6 മാസം താമസിക്കും. അവിടെ താമസിക്കില്ല. നല്ല തണുപ്പ് വരുമ്പോൾ, മഞ്ഞ് വീഴാൻ തുടങ്ങുമ്പോൾ താഴേക്ക് വരും. അപ്പോൾ അങ്ങനെ നൂറ്റാണ്ടുകളായി ഇവരിങ്ങനെ ഒരു നാടോടികളെ പോലെ യാത്ര ചെയ്യുമ്പോൾ ആ ഗ്രാമങ്ങളുമായി ഇവർക്ക് കച്ചവടത്തിൻ്റെ ബന്ധമുണ്ട്. പശുചാരക और गांव के लोगों के बीच होने वाले लेन देन में मजे की बात क्या है. ഇവരുടെ കച്ചവടത്തിലെ രസകരമായ ഒരു കാര്യം, മസ, രസകരമായ കാര്യം എന്താണ്? ഇൻ गांवों में इनका सदियों का रिश्ता है, इसीलिए उसी वक्त पूरी कीमत चुकाना जरूरी नहीं होता. ഇവർക്ക് നൂറ്റാണ്ടുകളായി വഴിക്കുള്ള ഗ്രാമങ്ങളുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് ഒരു സാധനം വാങ്ങിയാൽ അതിൻ്റെ മുഴുവൻ വിലയും ആ സമയത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പൈസ ഇല്ലെങ്കിൽ കൊടുക്കണ്ട. ബർഫിലെ മൗസമേ നിച്ചലെ ഇലാക്കോങ്കി ഓ ജാത്തെ വക്ത് പുരാനി വസൂലി കി ജാത്തി ഹെ. ഇക്കൊല്ലം നമ്മളൊരു സാധനം വാങ്ങിയാൽ നമ്മളെ കയ്യിൽ പണമില്ലെങ്കിൽ അടുത്ത വർഷം ഇവർ വീണ്ടും വരും, അന്നേരം കൊടുത്താൽ മതി. മസേ കി ബാത്ത് ഹെ കി നഖദ് ഉധാർ കെ ആങ്കടെ കഹീൻ ദർജ് നഹി ഹോത്തെ. രസകരമായ കാര്യം എന്താണ്? എത്ര ക്യാഷ് കൊടുത്തു, ഇനി കട എത്രയുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ആങ്കടെ കണക്ക് കഹീം എവിടെയും ദർജ് നഹി ഹോത്തെ രേഖപ്പെടുത്തുന്നില്ല, പുസ്തകത്തിൽ എഴുതി വെക്കുന്നില്ല, കണക്ക് പുസ്തകമൊന്നുമില്ല. ആപ്പസി വിശ്വാസ് കെ ദമ്പർ, പരസ്പര വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഷവും സേ യഹാം യഹ് ലേൻ ദേൻ ചൽ രഹാ ഹെ. അപ്പോൾ ഈ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ആപ്പസി വിശ്വാസ്, പരസ്പര വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കച്ചവടം. पशुचारक और गांव के लोगों के बीच होने वाले लेन देन किस पर आधारित है? ഏതിനെ അടിസ്ഥാനമാക്കിയാണ്? ആപ്പസി വിശ്വാസ് കെ ദം पर आधारित है. पशुचारक और गांव के लोगों के बीच होने वाले लेन देन के बारे में टिप्पणी तैयार करें. ഇത് പലപ്പോഴും ഈ പരീക്ഷയ്ക്ക് വരുന്നതാണ്. ആപ്പസി വിശ്വാസ് കെ ആധാർ पर लेन देन, ഇതൊരു ഹെഡിങ് ആണ്, ശീർഷകം കൊടുക്കണം. പശുചാരക് ഹിമാലയ के ऊंचे बर्फीले इलाकों में रहने वाले हैं. वे भेड़, बकरियां, घोड़े, खच्चर आदि के पालन करके अपना जीवन बिताते हैं.
ബർഫീലെ മൗസം മേ ഊഞ്ചെ ബർഫീലെ ഇലാക്കോ മേ രഹ് നഹീ സക്ത. എന്തുകൊണ്ടാണ് അവിടെ തണുപ്പ് കാലത്ത് താമസിക്കാൻ പറ്റാത്തത്? നല്ല കനത്തിൽ മഞ്ഞ് വീഴും അല്ലേ, സസ്യങ്ങൾ മരങ്ങളൊക്കെ മൂടിപ്പോവും, അത്രയധികം കഠിനമായ 0 താഴെയായിരിക്കും തണുപ്പ്, അപ്പോൾ അവിടെ ജീവിക്കാൻ പറ്റില്ല. इसलिए वे अपने जानवरों के साथ नीचे उतरकर महीनों तक फैले चरागाहों, घने जंगलों और अनजान बस्तियों में भटकते हैं. रास्ते में आने वाले गांवों से उनका लेन देन भी होता रहता है. वे जानवरों के साथ कीड़ा जड़ी, करण, चुरू जैसी दुर्लभ हिमालयी जड़ी व औषधियाँ भी बेचते हैं. अपने घर के लिए उपयुक्त चीज़ें गांवों से खरीदते हैं. അപ്പോൾ തങ്ങളുടെ വീടുകളിലേക്ക് വേണ്ട വസ്തുക്കളും വാങ്ങും. എല്ലാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സകല സാധനങ്ങളും അവരെ നാട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോകണം. കാരണം ഉയർന്ന ഹിമാലയ പർവ്വത പ്രദേശങ്ങളിൽ ഇവ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. अपने घर के लिए उपयुक्त चीज़ें गांवों से खरीदते हैं. इन गांवों से इनका सदियों का रिश्ता है, इसीलिए उसी वक्त पूरी कीमत चुकाना जरूरी नहीं होता. बर्फीले मौसम में निचले इलाकों की ओर जाते वक्त पुरानी वसूली की जाती है. मजे की बात है कि नकद എന്ന് പറഞ്ഞാൽ ക്യാഷ്, ഉധാർ എന്ന് പറഞ്ഞാൽ കടം, കെ ആങ്കടെ അക്കങ്ങൾ കണക്കുകൾ, കഹീം എവിടെയും, ദർജ നഹി ഹോത്തെ രേഖപ്പെടുത്തുന്നില്ല. ആപ്പസി വിശ്വാസ് കെ ദംബർ വർഷോം സെ യഹാം യഹ് ലേൻ ദേൻ ചൽ രഹാ ഹെ. ലേൻ ദേൻ ചലത്തെ സമയ പൂരി കീമത്ത് ചുക്കാന ജരൂരി നഹി ഹോത്ത. കച്ചവടം നടക്കുന്ന സമയത്ത് മുഴുവൻ വിലയും കൊടുക്കേണ്ടതില്ല. എന്തുകൊണ്ട്? ഇൻ ഗാവോം സെ ഇൻകാ സദിയോം കാ റിസ്ത ഹെ, ഇസിലിയെ ഉസി വക്ത് പൂരി കീമത്ത് ചുക്കാന ജരൂരി നഹി ഹോത്ത. ബർഫീലെ मौसम में निचले इलाकों की ओर जाते वक्त पुरानी वसूली की जाती है. मजे की बात है कि नकद उधार के आंकड़े कहीं दर्ज नहीं होते. आपसी विश्वास के दम पर वर्षों से यहाँ यह लेन देन चल रहा है. किसके आधार पर यह लेन देन चल रहा है? आपसी विश्वास के दम पर, आपसी विश्वास के आधार पर वर्षों से यहाँ यह लेन देन चल रहा है. आपसी विश्वास के दम पर वर्षों से यहाँ यह लेन देन चल रहा है. यहाँ गाँव वालों की कौन सी विशेषता प्रकट होती है? അപ്പോൾ ഗ്രാമവാസികളുടെ മാത്രമല്ല പശുചാരകന്മാരുടെയും ഏത് പ്രത്യേകതയാണ് പ്രകടമാവുന്നത്? സച്ചായി, നിഷ്കളങ്കത ഔർ ഈമാൻദാരി. അപ്പോൾ ഈ ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് പരസ്പര വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൂറ്റാണ്ടുകളായി കച്ചവടം നടക്കുന്നു. ഇവിടെ ഗ്രാമീണരുടെയും അതുപോലെ പശുചാരകന്മാരുടെയും ഏതൊക്കെ സ്വഭാവ സവിശേഷതകളാണ് വ്യക്തമാവുന്നത്? സച്ചായി, സത്യസന്ധത, നിഷ്കളങ്കത, അവർ ഈമാൻദാരി, കർത്തവ്യബോധം, അല്ലേ, നമ്മൾ കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണം എന്നുള്ള ബോധം. ഹിമാലയക്ക് ഗാവോങ്കി വിശേഷതായേം ക്യാ ക്യാ ഹേ. അപ്പോൾ ഹിമാലയത്തിലെ ഗ്രാമപ്രദേശങ്ങളുടെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ ഒരു ഹെഡിങ് കൊടുക്കണം. ഹിമാലയക്ക് ഗാവോങ്കി വിശേഷത എന്ന് നമ്മളൊരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ हिमालय ऊंचे शिखरों और निचले भागों में बसे उत्तराखंड राज्य में पंजाचूली, चौखंबा और नंदा देवी जैसी बड़ी पर्वत चोटियाँ हैं. मकर संक्रांति से यहाँ बसंत की ऋतु शुरू होती है. फ्योमली, बुराम्स आदि सुंदर फूल खिलते हैं. इस समय फूलदेई का त्यौहार मनाया जाता है. 21 दिन का यह त्यौहार उत्तराखंड के हिमालयी अंचल में बच्चों का सबसे बड़ा त्यौहार है. इसके बाद आने वाले चैती उत्सव के समय औजी टोल टमाऊ की थाप में चैती गीत गाते हैं. पर्वत इलाका होने के नाते यहाँ सीटी नुमा खेतों में गेहूं, सरसों आदि की खेती की जाती है. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാജറ, ഗേഹൂം, ബാജറ. അപ്പോൾ അതും കൂടി നമുക്ക് എഴുതാം. ഗേഹൂം, ബാജറ, സർസോം, കുത്തല്ല വേണ്ട, കോമയ വേണ്ട. सरसों आदि की खेती की जाती है. बर्फीले मौसम में निचले इलाकों की ओर आने वाले पशुचारक और गांव वालों के बीच होने वाले लेन देन आपसी विश्वास पर आधारित है. ये वाक्य ശ്രദ്ധിക്കണേ. बर्फीले मौसम में निचले इलाकों की ओर आने वाले पशुचारक और गांव वालों के बीच होने वाले लेन देन आपसी विश्वास पर आधारित है. वे जानवरों के साथ कीड़ा जड़ी, करण, चुरू जैसी दुर्लभ हिमालयी जड़ी व औषधियाँ बेचते हैं.
പശുചാരക്ക് എന്തൊക്കെയാണ് വിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ജാൻവർ, മൃഗങ്ങളെ വെക്കുന്നുണ്ട്, കീടാജടി, കരൺ, ചുരു ഇതൊക്കെ വെക്കുന്നുണ്ട്. അപ്പനെ ഘർ കെ ലിയെ ഉപയുക്ത ചീസേം ഗാവോം സെ ഖരീദത്തെ ഹൈ. പിന്നെ നമ്മളിനി അടുത്ത ഖണ്ഡികയിൽ എടുക്കാനുള്ളതാണ്. ബദ്രീനാഥ്, കേദാർനാഥ്, ഗംഗോത്രി और यमुनोत्री उत्तराखंड के प्रसिद्ध तीर्थ स्थल है. गंगा, यमुना आदि भारत की मुख्य नदियों का उद्भव उत्तराखंड से है. ഗംഗ, യമുന കൂടാതെ പ്രധാനപ്പെട്ട മറ്റൊരു നദിയാണ് സരസ്വതി. സരസ്വതി നദിയുടെ ഉത്ഭവസ്ഥാനവും ഉത്തരാഖണ്ഡിലാണ്. പക്ഷെ അത് ഉത്ഭവിച്ച് ഭൂമിൻ്റെ അടിയിലേക്ക് അന്തർധാനം ചെയ്യുന്നു, പിന്നെ അതിനെ കാണുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്ക് ഹിമാലയക്ക് ഗാവോങ്കി വിശേഷതായേം എന്ന് പറയുന്നതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത്. ഇനിയും അടുത്ത ഖണ്ഡികയിലെ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്താനുണ്ട്.